ഇന്ന് നമ്മളൊരു ജാപ്പനീസ് ഫുഡാണ് കേട്ടോ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ കട്സു ചിക്കൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കട്സു ചിക്കൻ കറിയുണ്ട്, അല്ലാതെ സോസും കൂട്ടി കഴിക്കാനായിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ്റെ ബ്രസ്റ്റ് അതുപോലെ തന്നെ മേടിച്ചുകൊണ്ട് വന്നു. ബാക്കി പീസൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. നമ്മുടെ കോൺഫ്ലോറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ജപ്പാനിലുള്ള സമയത്ത് ട്രൈ ചെയ്തിട്ടില്ല. ഇനി പോയിട്ട് ഒറിജിനൽ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. ചിക്കൻ എനിക്ക് അവിടെ മെയിൻ ആയിരുന്നല്ലോ. നാനാച്ചിക്കി, ചിക്കൻ റെത്തോ, ഫാമി ചിക്കിയൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കൺവീനിയൻസ് സ്റ്റോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത് ഇനി എന്തായാലും അവിടെ പോയിട്ട് പരീക്ഷിക്കണം എന്നുണ്ട്. ചിക്കൻ ബ്രോസ്റ്റ് ചെയ്തെടുക്കുന്നതിൽ ചെറിയ പ്രത്യേകതയേ ഉള്ളൂ കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. ഓയിസ്റ്റർ സോസും കെച്ചപ്പും ഷുഗറും ഒക്കെ ചേർത്തിട്ട് നമ്മളൊരു സോസും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷുഗർ ആഡ് ചെയ്തില്ല. കെച്ചപ്പും ഓയിസ്റ്റർ സോസും മാത്രം ഉപയോഗിച്ചിട്ട് അങ്ങനെയൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്പി ആയിട്ട് മൊര എന്നുള്ള സൗണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.